ഹായ് മക്കളെ, നമസ്കാരം. നിങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മലയാളം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റാക്കി വെച്ചേക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ എഴുതുക. ഇതേ ചോദ്യം ഇതേ രൂപത്തിൽ തന്നെ ചോദിക്കുമെന്നല്ല മാഷ് പറയുന്നത്. നേരെ മറിച്ച് ഇതേ ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗത്ത് നിന്നാണ് കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പരീക്ഷയ്ക്ക് കടന്നു വരാൻ പോകുന്നത്. എന്നാൽ കഴിഞ്ഞു പോയ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചോദിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടാൻ പോകുന്നത്. നോക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ നോക്കുക. ചെറിയോനേട്ടൻ ചിരിച്ചു. ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കഴിയാത്ത നീയോ? ആ കുട്ടി പറഞ്ഞു, എനിക്ക് പൊന്തിക്കാൻ പറ്റും. അവൻ അവിടെ ഇരുന്ന കൈക്കോട്ടെടുത്ത് ചെറിയോനേട്ടൻ്റെ മുന്നിൽ പൊക്കി കാണിച്ചു. ചെറിയോനേട്ടന് സങ്കടം വന്നു. ആ കണ്ടം നീ എടുത്തോടാ, ആ ഭൂമി നീ എടുത്തോ, നീ അവിടെ കൃഷി ചെയ്തോ, ചെറിയോനേട്ടൻ പറഞ്ഞു. ചെറിയോനേട്ടൻ ഈ രചനയിലെ ശക്തമായൊരു സാന്നിധ്യമായി തീരുന്നത് എങ്ങനെ? കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്യുക. അല്ലേ, ഒന്നുമല്ലാത്ത ഒരു ചെറിയ കുട്ടിയുടെ വാക്കിന് പോലും വില കൊടുത്തുകൊണ്ട് അവൻ്റെ മനസ്സിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ചെറിയോനേട്ടൻ. നിങ്ങളുടെ ഉത്തരത്തിനകത്ത് ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഉത്തരങ്ങൾ ആഡ് ചെയ്തേക്കുക. ഡീറ്റെയിൽ ഉത്തരം കാണാൻ വേണ്ടി ഇന്ന് രാത്രി നടക്കുന്ന ലൈവ് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എത്തിച്ചേരുക. ദെൻ നെക്സ്റ്റ്, കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൻ കുതുകാർദ്രതകൾ. ആശയ വിശകലനം ചെയ്ത് കാവ്യഭംഗി പരിശോധിക്കുക. തൊഴിലാളികളുടെ മഹത്വത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഭാഗമായിരുന്നു. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഉത്തരം എഴുതി വെച്ചേക്കുക, ചോദ്യം മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ്, ഉപജീവനത്തിന് പണമില്ലാതെ കഴിയില്ല, എന്നാൽ പണത്തിന് വേണ്ടി മാത്രമേ ജോലി ചെയ്യൂ എന്ന വിചാരം ശരിയല്ല. നാം ജീവിക്കുന്ന സമുദായത്തിന് ഒരു പ്രകാരത്തിലല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എന്തൊരു അനുഗ്രഹമായിരിക്കും. തൊഴിലിനെ കുറിച്ചുള്ള ലേഖകന്റെ അഭിപ്രായത്തോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾ എങ്ങനെയുള്ള തൊഴിലാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന കാഴ്ചപ്പാട് മുഴുവൻ ഈ ഉത്തരത്തിനകത്തേക്ക് എന്ത് ചെയ്യണം, കടന്നു വരേണ്ടതുണ്ട്. സെറ്റാക്കി വെച്ചോളുക. ഉത്തരം നമ്മുടെ ലൈവ് ക്ലാസ്സിലുണ്ടായിരിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ്, എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന കാര്യം എൻ്റെ ചുണ്ടുകൾക്കറിയില്ല, അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും. ഒരു തമാശ കേട്ട നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരു സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത്? ജീവിതം ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാനുള്ളതല്ല എന്ന് ചാർലി ചാപ്ലിൻ പറയുന്നുണ്ട്. ജീവിതയാത്രയിൽ പല തരത്തിലുള്ള സങ്കടങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരാറുണ്ടല്ലോ. അത്തരം അനുഭവങ്ങൾ മറികടക്കാനുള്ള കരുത്തേകാൻ ചാർലി ചാപ്ലിൻ്റെ ജീവിതവും വാക്കുകളും പ്രചോദനമാകുന്നുണ്ടോ? നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അതിനെ തൻ്റെ ഇടത്തോടു കൂടി നേരിടാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത് എന്ന സൂചന ചാർലി ചാപ്ലിൻ്റെ പാഠഭാഗത്തു നിന്ന് എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കും. ആ ആശയത്തിനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. സെറ്റല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ. കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് സാമൂഹ്യ ജീവിതത്തിലുണ്ടായ എന്തെല്ലാം മാറ്റങ്ങളാണ് കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നത്. സമൂഹ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കടന്നു വന്നതോട് കൂടിയിട്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഉത്തരത്തിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ബോധിപ്പിച്ചേക്കണം. ചോദ്യം എന്ത് ചെയ്യുക, സെറ്റാക്കി വെച്ചേക്കുക. കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ. സാമൂഹിക ജീവിതത്തിലുണ്ടായ എന്തെല്ലാം മാറ്റങ്ങളാണ് കവിതാഭാഗത്ത് സൂചിപ്പിക്കുന്നത്, വിശകലനം ചെയ്യുക. നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും നമ്മുടെ വ്യക്തിത്വം കാണണം. സംതൃപ്തിയുടെ അടിസ്ഥാനം അതാണ്. ജീവിത സാഫല്യം നേടുന്നതിനുള്ള മാർഗവും അതുതന്നെ. സൂചന നൽകുന്ന ആശയ തലങ്ങൾ പാഠഭാഗം വിശകലനം ചെയ്ത് തൊഴിലും സാമൂഹിക ജീവിതവും എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസത്തിൻ്റെ ഹെഡിങ് ഇവിടെ തന്നിട്ടുണ്ട്, തൊഴിലും സാമൂഹിക ജീവിതവും. അപ്പം നമ്മുടെ ഉപന്യാസത്തിന് ഉപയോഗിക്കുന്ന ഹെഡിങ് ഏത് തന്നെയായിരിക്കണം, ഇത് തന്നെയായിരിക്കണം. ഉത്തരം എന്ത് ചെയ്യുക, സെറ്റാക്കി കയ്യിൽ വെച്ചോളുക. ദെൻ നെക്സ്റ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ
സാധ്യതയുള്ള അടുത്ത ചോദ്യം, ഇന്ത്യ സ്വതന്ത്രയാവുന്നു, ഞാനും സ്വതന്ത്രയാവുന്നു, എൻ്റെ സ്വർണ്ണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ്, ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്ക് ഇനി 700 വർണ്ണങ്ങൾ. ഐഷു സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ചിന്തിക്കുന്ന ഈ ഭാഗം നമ്മുടെ മനസ്സിനകത്ത് കൃത്യമായിട്ട് ഓർമ്മയിലുണ്ട്. അപ്പോൾ പാഠഭാഗ ആശയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്രസംഗം തന്നെയാണ്. പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്രസംഗം തന്നെയാണ്. ഒരു പ്രസംഗമാകുന്ന സമയത്ത് അഭിസംബോധന വേണം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, മറ്റ് വിദ്യാർത്ഥികളെ, ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം എന്താണ്? സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നുള്ള വിഷയമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം, സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ മഹത്വം, അതെങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് എന്നുള്ള ഫുൾ വിവരണങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു നിർദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മുടെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. സെറ്റാണല്ലോ? ദെൻ നെക്സ്റ്റ്, ബന്ധുരെ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. ബന്ധുരെ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും അതും ഒരു ബന്ധനം തന്നെയാണ്. അവർക്ക് വിശാലമായ സ്വാതന്ത്ര്യം എന്ത് ചെയ്യണം? അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്. കൂട് ബന്ധനത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാവാറുണ്ട്. എന്നാൽ തത്തക്കൂട്ട് എന്ന പാഠഭാഗത്തിനകത്ത് ഇതൊരു അസ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണോ? നിങ്ങൾ വിലയിരുത്തുക. സെറ്റാണല്ലോ? സെറ്റ്. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക, സെറ്റാക്കി വെച്ചോളുക. ഓക്കെ, അപ്പോൾ ലൈവ് ക്ലാസ്സിൽ കാണാം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട്. താങ്ക് യു.